ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. യോഹന്നാൻ 1-2 അധ്യായങ്ങൾ ആസ്പദമാക്കിയുണ്ടാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണിത്. നമുക്ക് ആരംഭിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യം ഏതു പുസ്തകത്തിലേതാണ്? ഓപ്ഷനുകൾ: എ. ലൂക്ക 1:1, ബി. മത്തായി 1:1, സി. യോഹന്നാൻ 1:1, ഡി. ഉൽപ്പത്തി 1:1. ശരിയായ ഉത്തരം സി. യോഹന്നാൻ 1:1. കാനായിലെ വിവാഹവിരുന്നിൽ എത്ര കൽഭരണികളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷനുകൾ: എ. 6, ബി. 4, സി. 8, ഡി. 10. ശരിയായ ഉത്തരം എ. 6. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് ആരെയാണ് സ്നാപക യോഹന്നാന്റെ അടുത്തേക്ക് അയച്ചത്? ഓപ്ഷനുകൾ: എ. ഫരിസേയരെയും സദൂക്യരെയും, ബി. പുരോഹിതന്മാരെയും ലേവ്യരെയും, സി. പട്ടാളക്കാരെയും ഭരണാധികാരികളെയും, ഡി. ചീഫ് പ്രിസ്റ്റുകളെയും ജനപ്രമാണികളെയും. ശരിയായ ഉത്തരം ബി. പുരോഹിതന്മാരെയും ലേവ്യരെയും. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഈ വാക്യം ഏതധ്യായം വാക്യമാണ്? ഓപ്ഷനുകൾ: എ. യോഹന്നാൻ 2:10, ബി. യോഹന്നാൻ 2:26, സി. യോഹന്നാൻ 1:26, ഡി. യോഹന്നാൻ 1:20. ശരിയായ ഉത്തരം സി. യോഹന്നാൻ 1:26. യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷനുകൾ: എ. കഫർനാമിൽ, ബി. നസ്രത്തിൽ, സി. ഗലീലിയിലെ കാനായിൽ, ഡി. ബേത്സൈദായിൽ. ശരിയായ ഉത്തരം സി. ഗലീലിയിലെ കാനായിൽ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗ്ഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങിവരുന്നതും നിങ്ങൾ കാണും. ഈ വാക്യം ഏതു പുസ്തകത്തിലേതാണ്? ഓപ്ഷനുകൾ: എ. മത്തായി 5:11, ബി. യോഹന്നാൻ 1:51, സി. ലൂക്ക 10:18, ഡി. വെളിപാട് 4:1. ശരിയായ ഉത്തരം ബി. യോഹന്നാൻ 1:51. തന്റെ പിന്നാലെ വരുന്നവൻ തന്നേക്കാൾ വലിയവനാണെന്ന് സ്നാപകയോഹന്നാൻ പറയാൻ കാരണമെന്ത്? ഓപ്ഷനുകൾ: എ. അവൻ അധികാരിയായതുകൊണ്ട്, ബി. അവൻ ശക്തനായതുകൊണ്ട്, സി. അവൻ രാജാവായതുകൊണ്ട്, ഡി. അവൻ യോഹന്നാനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട്. ശരിയായ ഉത്തരം ഡി. അവൻ യോഹന്നാനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട്. അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ കണ്ടു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. അന്ത്രയോസിനോട്, ബി. നദാനയേലിനോട്, സി. പീലിപ്പോസിനോട്, ഡി. പത്രോസിനോട്. ശരിയായ ഉത്തരം ബി. നദാനയേലിനോട്. യേശുവിന്റെ അമ്മ പരിചാരകരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. വെള്ളം പകർന്നു കൊടുക്കുവിൻ, ബി. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്തുവിൻ, സി. വിരുന്നുകാരെ നോക്കുവിൻ, ഡി. ഭരണികൾ കഴുകി വൃത്തിയാക്കുവിൻ. ശരിയായ ഉത്തരം ബി. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്തുവിൻ. സ്നാപകയോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെയുള്ള സ്ഥലം ഏതായിരുന്നു? ഓപ്ഷനുകൾ: എ. ജെറുസലേം, ബി. കാന, സി. ബഥാനിയ, ഡി. നസ്രത്ത്. ശരിയായ ഉത്തരം സി. ബഥാനിയ. റബ്ബി, അങ്ങു ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ് എന്ന് യേശുവിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞത് ആര്? ഓപ്ഷനുകൾ: എ. ശിമയോൻ പത്രോസ്, ബി. പീലിപ്പോസ്, സി. അന്ത്രയോസ്, ഡി. നദാനയേൽ. ശരിയായ ഉത്തരം ഡി. നദാനയേൽ. യേശുവിനെ ചമ്മട്ടിയുണ്ടാക്കി ആരെയാണ് ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത്? ഓപ്ഷനുകൾ: എ. പ്രാർത്ഥിക്കാൻ വന്നവരെ, ബി. വഴിപോക്കരെ, സി. പരിചാരകരെ, ഡി. കച്ചവടക്കാരെയും മൃഗങ്ങളെയും. ശരിയായ ഉത്തരം ഡി. കച്ചവടക്കാരെയും മൃഗങ്ങളെയും. തന്റെ സ്വജനത്തിന്റെ അടുത്തേക്ക് അവൻ വന്നു, എന്നാൽ അവരവനെ സ്വീകരിച്ചില്ല. ഈ വാക്യം ഏതധ്യായം വാക്യമാണ്? ഓപ്ഷനുകൾ: എ. യോഹന്നാൻ 1:1, ബി. യോഹന്നാൻ 1:15, സി. യോഹന്നാൻ 2:11, ഡി. യോഹന്നാൻ 1:11. ശരിയായ ഉത്തരം ഡി. യോഹന്നാൻ 1:11. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ നാം ദർശിച്ചത് എന്താണ്? ഓപ്ഷനുകൾ: എ. അവന്റെ നിയമങ്ങൾ, ബി. അവന്റെ ക്രോധം, സി. അവന്റെ ശക്തി, ഡി. അവന്റെ മഹത്വം. ശരിയായ ഉത്തരം ഡി. അവന്റെ മഹത്വം. നിയമം നൽകപ്പെട്ടത് ആരു വഴിയാണ്? ഓപ്ഷനുകൾ: എ. അബ്രഹാം,
ബി മോശ, സി യേശുക്രിസ്തു, ഡി ദാവീദ്. ശരിയായ ഉത്തരം ബി മോശ. വാക്യമുദ്ധരിക്കുക. യോഹന്നാൻ 1:12. ഓപ്ഷനുകൾ: എ. തന്നെ അനുഗമിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിൽ പ്രത്യാശ നൽകാൻ അവൻ തീരുമാനിച്ചു. ബി. അവനെ സ്വീകരിച്ചവർക്കെല്ലാം സ്വർഗരാജ്യം നൽകാമെന്ന് അവൻ എല്ലാവരോടും വാഗ്ദാനം ചെയ്തു. സി. തന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ കൂടെ വസിക്കാൻ അവൻ വലിയ കൃപ നൽകി. ഡി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ശരിയായ ഉത്തരം ഡി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. സ്നാപക യോഹന്നാൻ തന്നെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഓപ്ഷനുകൾ: എ. താൻ മരുഭൂമിയിൽ വിളിച്ചുപറയുന്നവന്റെ ശബ്ദമാണ്. ബി. താൻ ഏലിയായാണ്. സി. താൻ പ്രവാചകനാണ്. ഡി. താൻ മിശിഹായാണ്. ശരിയായ ഉത്തരം എ. താൻ മരുഭൂമിയിൽ വിളിച്ചുപറയുന്നവന്റെ ശബ്ദമാണ്. യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ട ആദ്യത്തെ ശിഷ്യനിൽ ഒരാൾ ആരായിരുന്നു? ഓപ്ഷനുകൾ: എ. അന്ത്രയോസ്, ബി. പീലിപ്പോസ്, സി. യോഹന്നാൻ, ഡി. നഥാനയേൽ. ശരിയായ ഉത്തരം എ. അന്ത്രയോസ്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ഇതാരു പറഞ്ഞതാണ്? ഓപ്ഷനുകൾ: എ. യഹൂദർ, ബി. പീലിപ്പോസ്, സി. യേശു, ഡി. യോഹന്നാൻ. ശരിയായ ഉത്തരം സി. യേശു. യേശുവിനെ കണ്ടപ്പോൾ മിശിഹായെ കണ്ടു എന്ന് ശിമയോനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷനുകൾ: എ. നഥാനയേൽ, ബി. യോഹന്നാൻ, സി. പീലിപ്പോസ്, ഡി. അന്ത്രയോസ്. ശരിയായ ഉത്തരം ഡി. അന്ത്രയോസ്. പത്രോസ്, അന്ത്രയോസ് എന്നിവരുടെ പട്ടണം ഏതായിരുന്നു? ഓപ്ഷനുകൾ: എ. നസ്രത്ത്, ബി. ബഥാനിയ, സി. ബേത്സൈദ, ഡി. കഫർനാം. ശരിയായ ഉത്തരം സി. ബേത്സൈദ. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ചത് ആരാണ്? ഓപ്ഷനുകൾ: എ. അന്ത്രയോസ്, ബി. പത്രോസ്, സി. പീലിപ്പോസ്, ഡി. നഥാനയേൽ. ശരിയായ ഉത്തരം ഡി. നഥാനയേൽ. യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ പീലിപ്പോസ് ആരോടാണ് ചെന്ന് സംസാരിച്ചത്? ഓപ്ഷനുകൾ: എ. നഥാനയേലിനോട്, ബി. യോഹന്നാനോട്, സി. പത്രോസിനോട്, ഡി. അന്ത്രയോസിനോട്. ശരിയായ ഉത്തരം എ. നഥാനയേലിനോട്. കേപ്പ എന്ന പേരിന്റെ അർത്ഥമെന്ത്? ഓപ്ഷനുകൾ: എ. പാറ, ബി. സ്നേഹം, സി. വെളിച്ചം, ഡി. വചനം. ശരിയായ ഉത്തരം എ. പാറ. യേശു പെസഹ തിരുനാളിനായി എവിടേക്കാണ് പോയത്? ഓപ്ഷനുകൾ: എ. കാന, ബി. ഗലീലി, സി. ജെറുസലേം, ഡി. നസ്രത്ത്. ശരിയായ ഉത്തരം സി. ജെറുസലേം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. സ്വന്തമായി ക്വിസ് പരീക്ഷ പോലെ ചെയ്തു നോക്കാൻ 9287400403 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ ചാനലിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.